ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിഷ്ണു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ഇൻഫർമേഷൻ തരാനാണ്, അല്ലെങ്കിൽ ഒരു അപ്ഡേറ്റ് തരാനായിട്ടാണ് മെയിനായിട്ട് ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് കേരള ബാങ്ക് ഒയ്ക്കും കേരള ബാങ്കിലെ ക്ലർക്കിനും ക്യാഷ്യർക്കും ഒരു കേസ് നിലവിലുണ്ട് എന്നൊക്കെയാണ് ലാസ്റ്റ് 19-ാം തീയതി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കേരള ബാങ്ക് ഒയുടെയും ക്ലർക്കിൻ്റെയും ക്യാഷ്യറിൻ്റെയും റിസൾട്ട് ഉടനെ തന്നെ വരുമെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ വന്ന കമൻസും അതുപോലെ തന്നെ പേഴ്സണലായിട്ട് ടെലിഗ്രാം വഴി അറിയിച്ച കുറച്ച് ന്യൂസുകളുടെ അടിസ്ഥാനത്തിൽ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അന്വേഷിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. കാരണം 19-ാം തീയതിയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. ഏകദേശം ലിസ്റ്റ് വരും എന്ന് ഉറപ്പായതിനു ശേഷമാണ് ഞാൻ ആ വീഡിയോ ചെയ്തത്. കറക്റ്റ് 20-ാം തീയതിയാണ് ആ കേസിൻ്റെ വിധി വന്നത്. ബഹുമാനപ്പെട്ട ഹൈക്കോർട്ടാണ് അതിൻ്റെ വിധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അതിലോട്ട് പറയാം. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി എൽജിഎസിൻ്റെ ഒരു അപ്ഡേറ്റ് 21-ാം തീയതി ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു അപ്ഡേറ്റും ഇതിൻ്റെ കൂടെ പറഞ്ഞു പോകുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ആദ്യമേ കേരള ബാങ്ക് ഒയെ ക്ലർക്ക് ക്യാഷ്യർ അതിൻ്റെ കാര്യത്തിലോട്ട് പോകാം. ആൾറെഡി കേരള ബാങ്ക് ഒയയ്ക്കും അതുപോലെ തന്നെ കേരള ബാങ്ക് ക്ലർക്ക് ക്യാഷ്യറിൻ്റെ പേരിലായിരുന്നു ആ കേസ് നിലനിന്നിരുന്നത്. അപ്പോൾ അത് ബഹുമാനപ്പെട്ട ഹൈക്കോർട്ടിൽ ആ കേസ് വിളിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ തിരക്കിയില്ല, കാരണം അത് നമുക്ക് അത് പാത്രബാധകമല്ല എന്ന് ചിന്തിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മുടെ കുറച്ച് സുഹൃത്തുക്കൾ, അതായത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സായ കുറച്ച് സുഹൃത്തുക്കൾ അതിൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് അയച്ചു തന്നു. അപ്പോൾ അതനുസരിച്ചാണ് നമ്മൾ കറക്റ്റായിട്ട് ഡീറ്റെയിൽസ് തപ്പിയെടുത്ത് അതിൻ്റെ വിധി 20/3/2025 വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത് പറയുന്നത് ദിസ് റിട്ട് പെറ്റീഷൻ ഹാസ് ബീൻ ഫിൽഡ് ബൈ ദ പെറ്റീഷണർ സീക്കിംഗ് ടു കേഷ് ദ നോട്ടിഫിക്കേഷൻ ഇഷ്യൂഡ് ബൈ ദ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നോട്ടിഫൈയിങ് ദ സെക്ഷൻ ഓഫ് ദ പോസ്റ്റ് ഓഫ് ഓഫീസ് അറ്റൻഡന്റ് ആൻഡ് ക്ലർക്ക് ക്യാഷ്യർ ഇൻ ദ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. അപ്പോൾ ഇതാണ് ക്ലർക്കിനും ക്യാഷ്യറിനും അതുപോലെ തന്നെ ഓഫീസ് അറ്റൻഡന്റ് ഇതിനായിരുന്നു ആ കേസ് ഫയൽ ചെയ്തിരുന്നത്. അപ്പോൾ ഇതിനകത്ത് പറയുന്നത്, വിധിന്യായത്തിൽ പറയുന്നത് കേരള ബാങ്ക് നിലവിൽ വരുന്നതിന് മുമ്പിട്ട് കേരള കോപ്പറേറ്റീവ് ബാങ്ക് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും നിയമങ്ങളും ഇതും തമ്മിൽ എൻ്റയർലി ഡിഫറൻസ് ആയിരുന്നു. അപ്പോൾ കേരള ബാങ്ക് നിലവിൽ വന്നതിന് ശേഷം വരുന്ന നോട്ടിഫിക്കേഷൻസ് അതിൻ്റെതായ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ വേറെ മറ്റ് ചില സഹകരണ സംഘങ്ങളുണ്ടായിരുന്നു. അതിൽ ജോലി ചെയ്തിരുന്ന ആൾക്കാർക്കും സൊസൈറ്റി കാറ്റഗറിയിൽ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ അവർക്കും അയക്കാം എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു ആ കേസ്. കൂടുതലായിട്ട് നമ്മൾ അതിൻ്റെ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. അപ്പോൾ അതിൻ്റെ വിധി വന്നിരിക്കുന്നത് കേരള ഗവൺമെൻറ്റിനും അതുപോലെ തന്നെ PSCക്കും അനുകൂലമായിട്ടാണ് ആ വിധി വന്നിരിക്കുന്നത്. ഞാൻ ഈ വിധിയുടെ കാര്യം അറിയുന്നതിന് മുമ്പിട്ടാണ് കേരള ബാങ്കിലെ ഒയുടെയും ക്ലർക്കിൻ്റെ ക്യാഷ്യറുടെയും റിസൾട്ട് ഉടനെ വരുമെന്ന് പറഞ്ഞത്. കാരണം നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ന്യൂസ് കിട്ടിയതിന് ശേഷമാണ് ഞാൻ ആ വീഡിയോ ചെയ്തത്. അതിനുശേഷമാണ് ഞാൻ ഈ കൂടുതലായിട്ട് ഈ കാര്യങ്ങളൊക്കെ അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഇതിനകത്ത് ലാസ്റ്റ് പറയുന്ന വിധി എന്ന് പറയുന്നത്, ഇൻ വ്യൂ ദെയർ ഓഫ് ഐ ആം ദ ഓപ്ഷൻ ഓഫ് ദാറ്റ് പെറ്റീഷൻ കനോട്ട് ക്ലൈം ദ റൈറ്റ് ടു ആൻ അപ്പോയിൻമെന്റ് അഗൻസ്റ്റ് ദ പോസ്റ്റ് റിസർവ്ഡ് ഫോർ ദ എംപ്ലോയീസ് ഓഫ് ദ മെമ്പർ സൊസൈറ്റി ആൻഡ് ദ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് who are the member society of the Kerala State Cooperative Bank. In view thereof, I do not find much substance in these writ petitions which are hereby dismissed എന്നാണ്. അപ്പോൾ ആ കേസ് തള്ളിക്കളഞ്ഞു. അതാണ് 20-ാം തീയതി വന്ന വിധി. ഓക്കെ, അപ്പം ഇനി ആരും ടെൻഷൻ അടിക്കണ്ട. നമ്മുടെ കേരള ബാങ്ക് ഒയുടെയും ക്ലർക്കിൻ്റെയും ക്യാഷ്യറുടെയും ഷോർട്ട് ലിസ്റ്റ് ഉടനെ തന്നെ നമുക്ക് ഈ മാസം അവസാനം, ഈ സമയമുണ്ടെങ്കിൽ ഈ മാസം അവസാനം വരാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അടുത്ത മാസം ആദ്യമേ തന്നെ ക്ലർക്ക് ക്യാഷ്യർ അതുപോലെ തന്നെ കേരള ബാങ്ക് ഒയുടെയും ഷോർട്ട് ലിസ്റ്റ് വരുന്നതായിരിക്കും. ഓക്കെ, ഇനി പറയാൻ പോകുന്നത് നമ്മുടെ യൂണിവേഴ്സിറ്റി എൽജിഎസിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, കാരണം അത് കോർട്ടിൽ നിൽക്കുന്ന കേസാണ്. അതിനകത്ത് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. അപ്പോൾ അതിൻ്റെ ആ കേസ് 5-ാം മാസത്തിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. റാങ്ക് ലിസ്റ്റൊക്കെ വരാനായിട്ട് കുറച്ച് താമസം എടുക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഓക്കെ, ഇനി അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇനി അറിയുന്ന മുറയ്ക്ക് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. തൽക്കാലം മനസ്സിലാക്കുക, 5-ാം മാസത്തിൽ കേസ് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ് വരുന്നതിനനുസരിച്ച് നമുക്ക് വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും വളരെയധികം നന്ദി, നമസ്കാരം.